അറിയില്ലായിരുന്നു. ഞാൻ അന്ന് എനിക്ക് മണരുചി അറിയാഞ്ഞപ്പോൾ ഡോക്ടറോട് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള എല്ലാ സ്വത്തും ഞാൻ തരാം, എനിക്കതൊന്ന് വീണ്ടെടുത്ത് തരുമോ? അപ്പോൾ പറഞ്ഞു പറ്റില്ല, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, അല്ലാണ്ട് ഇത് പറ്റുമെന്ന് പലർക്കും തീരെ അറിയാണ്ടായിപ്പോണ്ട്. പക്ഷേ എനിക്ക് കിട്ടി മണരുചിയൊക്കെ. എനിക്ക് വളരെ മാം ഇത് പറയുമ്പോൾ തന്നെ മാമിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. മണവും ടേസ്റ്റിൻ്റെ ഒക്കെ സെൻസേഷൻ ഇല്ല. ഇതൊക്കെ പൊട്ടിപ്പോയി, ഇവിടെയൊക്കെ പൊട്ടിപ്പോയതായിരുന്നു. ഇത് മൊത്തം പൊട്ടിപ്പോയതായിരുന്നു. 37 പീസസ് ആയിപ്പോയി എൻ്റെ ഫേസ് ബോൺ. എൻ്റെ ആഗ്രഹമായിരുന്നു പാചകത്തിൽ വലിയൊരു നിലയിലെത്തുക. അതുപോലെ തന്നെ ഗ്രാൻഡ് ഹയത്ത് പോലെയുള്ള, അതായത് വലിയൊരു പ്രോപ്പർട്ടിയിൽ, സ്റ്റാർ പ്രോപ്പർട്ടിയിൽ ജോലി ചെയ്യുക എന്നുള്ളത് അതെനിക്ക് സാധിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ ജീവിതത്തിൽ 57 വയസ്സായി. എനിക്ക് 7 വർഷം വരെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. പക്ഷെ എൻ്റെ 50 വയസ്സും ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. എഴുതാൻ, വായിക്കാൻ, ആളുകളെ കാണാൻ, പുതിയ പുതിയ ഡിഷുകൾ ഉണ്ടാക്കാൻ, എക്സ്പെരിമെൻ്റ് ചെയ്യാൻ. അപ്പം ഇനി എൻ്റെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദൈവം മാമിനെ സൃഷ്ടിച്ചത് തന്നെ ഈ ഒരു കഥ ദൈവം പ്ലാൻ ചെയ്ത് വിട്ടതാണ്. നമ്മൾക്ക് കർമ്മയുണ്ടല്ലോ, അപ്പം നമ്മുടെ ഈ കർമ്മ ഇവിടെ നിന്ന് മുഴുവനായിട്ട് നിറവേറ്റിയിട്ട് പോവുക. അതുപോലെ ഒരു കാര്യം പറയാം, നമ്മുടെ മലബാർകാരോട്, മാം കോഴിക്കോട്ട് നിന്നാണ്. കോഴിക്കോട്ടുകാർ, പ്രത്യേകിച്ച് മലബാർകാർക്കൊക്കെ ഭക്ഷണത്തിലൂടെയാണ് അവരെ സന്തോഷം അറിയിക്കുക, സന്തോഷിപ്പിക്കുക എല്ലാവരും. അപ്പൊ മാം അതിന്റെ ഒരു പെർഫെക്റ്റ് ഒരു എക്സാമ്പിൾ തന്നെയാണ് ലൈഫിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വാഴപ്പിണ്ടിയുടെ പിടി പായസം തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയാണ്. അപ്പൊ നമുക്കിതിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് മിസ്സായിട്ടുണ്ട്. നമ്മുടെ പിടിയാണോ? പിടി ചുമ്മാ ഇങ്ങനെ ഇവിടെ ഞാൻ വെക്കണ്ട എന്ന് വിചാരിച്ചു. കാരണം മാമിന് ഒരു ചെറിയ സർപ്രൈസ് എന്റെ വക തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരാളെ വിളിച്ചോണ്ട് ഞാൻ വരാം, പുള്ളിക്കാരിക്കായിരിക്കും പിടി ഉണ്ടാവുക. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. എന്റെ കൃഷ്ണ, ഞാൻ എന്തായി കാണണേ? എൻ്റെ സിനിമകളൊന്നും മാം കാണാറില്ല, പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇഡ്ഡലി കഴിക്കില്ല എന്ന് തീരുമാനിച്ച എന്നെ കൊണ്ട് ഇഡ്ഡലി കഴിപ്പിച്ച ഒരേ ഒരു വ്യക്തി ഈ മാഡമാണ്. തൽക്കാലം നമുക്ക് ഈ നവ്യ ചേച്ചിനെ ഒന്ന് മാറ്റി പിടിക്കാം. ആ കഥ ഒന്ന് മാം പറഞ്ഞേ. സാധാരണ എല്ലാ ഗസ്റ്റ് എടുത്തും ഞാൻ പോകും. അപ്പൊ ഞാനിങ്ങനെ സ്വാഭാവികമായും പറഞ്ഞു, അപ്പൊ ഇഡ്ഡലി ഞാൻ കഴിക്കാറില്ല. നമ്മൾ എന്തായാലും ഞങ്ങളുടെ ഇഡ്ഡലി കഴിച്ചു നോക്കണം, സൂപ്പർ ഇഡ്ഡലിയാണ്. അങ്ങനെ ഇഡ്ഡലി കഴിപ്പിച്ചു. പിന്നെ ഞങ്ങളുടെ ഇഡ്ഡലിയുടെ ഫാനായി. അപ്പൊ അത് പുള്ളിക്കാരി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി. എനിക്ക് പുള്ളിക്കാരിയും പങ്കെടുത്ത ഒരു പരിപാടിയിൽ എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയായിരുന്നു ആ അവാർഡ് തന്നിരുന്നത്. അപ്പൊ പറഞ്ഞു, ഈ ലത ചേച്ചിയാണ് എനിക്ക് ഇഡ്ഡലി കഴിപ്പിച്ചത്. ഓൾറെഡി അത് വേവിച്ചെടുത്ത മാവാണ്, എന്നാലും ഒന്ന് ടഫാവണം. ഈ പിടിയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചൂട് വെള്ളത്തിൽ അല്ല, അടുപ്പത്ത് വെള്ളം തിളയ്ക്കുമ്പം അരിപ്പൊടി ഇട്ടിട്ട് നമ്മളത് കുക്ക് ചെയ്യണം, സ്ലോ ഫയറിൽ കുക്ക് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അല്ല, അതെങ്ങനെ അങ്ങനെ ടൈറ്റ് ആയിട്ട് വന്നിട്ട് അത് നന്നായിട്ട് വേവണം. നന്നായിട്ട് വെന്താലേ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വെന്താൽ മാത്രമേ പത്തിരിക്ക് ടേസ്റ്റ്. ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങി വരും. ഞാൻ ഇപ്പോഴാട്ടോ അത് നോട്ടീസ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ പാകം അറിയണമെങ്കിൽ ഉള്ള ഒരു ടിപ്പാണ്, നമ്മളത് വെള്ളത്തിന്റെ സർഫേസിന്റെ മേലെ നമുക്ക് ബാലൻസ് കുറച്ച് കോക്കനട്ട് മിൽക്ക് 2ാം പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതും കുറച്ച് റൈസ് ഫ്ലോറും കൂടി നമ്മളൊന്ന് പിടീൻ്റെ മുകളിൽ ആ ഒരു സോഫ്റ്റ്നെസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പായസം ഇവിടെ ഫൈനൽ സ്റ്റേജിലാണ്. ഇനി നമുക്ക് ഫസ്റ്റ് മിൽക്ക്, ഇതാണ് അവസാനത്തെ മിൽക്ക് പണി. ഇത് റേഞ്ച് ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഡ്രൈ ജിഞ്ചർ പൗഡർ ഉണ്ട്,